പിന്നെ അയ്യാ വൈകുണ്ഠം മുതൽ പിന്നെ ശ്രീനാരായണ ഗുരുവും അതുപോലെ ശിവയോഗിയും അതുപോലെ വാഗ്ബടാനന്ദനും വരെയുള്ള സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാർ 19-ാം നൂറ്റാണ്ടിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യവും അക്ഷീണം പരിശ്രമിച്ചു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കൈത്തറി മേഖല എന്ന നിലക്ക് ഈ തോർത്തുൽപാദനം, അതുപോലെ മുണ്ടുൽപാദനം, അതുപോലെ മറ്റ് വസ്ത്രങ്ങളുടെ ഉൽപാദനം എന്ന് പറയുന്നത് അതിൻ്റെ ജാതി അടിസ്ഥാനം മാറ്റുകയും ചെയ്തു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നീക്കം എന്ന് പറയുന്നത് ഈ 1904 നമ്മുടെ SNDPയുടെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ 2ാമത്തെ ജനറൽ ബോഡി യോഗം തലശ്ശേരി വെച്ച് നടന്നതാണ് ആ വർഷം. അപ്പോൾ അതിൽ നാരായണ ഗുരു സ്വാമികൾ ആഹ്വാനം ചെയ്ത ആഹ്വാനം എന്ന് പറയുന്നത് കള്ള് ചെത്ത് തൊഴിലിൽ നിന്ന് നമ്മളെല്ലാം വിട്ടുമാറി നിൽക്കണം, എന്നിട്ട് വിദ്യാഭ്യാസം നേടി വ്യവസായ തൊഴിലുകളിൽ ഏർപ്പെടണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള പല നാടുകളിലും ആദ്യം ഈഴവ സമുദായം, പിന്നീട് ഈ SNDPയുടെ പ്രവർത്തന പരിധിയിൽ വരുന്ന നമ്മൾ ഇന്ന് OBC ആയിട്ട് കാണുന്ന സമുദായങ്ങളുണ്ടല്ലോ, ഈ സമുദായം ഇപ്പം വാണിയ സമുദായം, ഇങ്ങനെയുള്ള ആ സമുദായസ്ഥന്മാരെല്ലാം കൈത്തറി നെയ്ത്ത് കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും നെയ്ത്ത് തൊഴിൽ സംഘടിപ്പിക്കുകയും അങ്ങനെ നെയ്ത്ത് തൊഴിലാളികൾ എന്ന നിലക്ക് ജീവിതം മാറ്റി പണിയുകയും ചെയ്യുന്ന രീതിയിലുള്ള പണി ഈ SNDPയുടെ സമ്മേളന ആഹ്വാനപ്രകാരം ഉണ്ടായ ഒരു സംഗതിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ധാരയും ആധുനിക കൈത്തറിയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പം കണ്ണൂർ ജില്ലയിൽ ഇപ്പം ഇവിടെയെല്ലാം കാണുന്ന പോലത്തെ ഇതേ ഉൽപ്പാദന രീതിയാണ് നിങ്ങളിപ്പോൾ പോയാൽ കൊല്ലത്ത് കാണാൻ പറ്റുക, അതുപോലെ ചേന്നമംഗലം ഏരിയയിലും കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയയിലെല്ലാം ഇപ്പോൾ പാലക്കാട് തന്നെ കരുമനാംകുറിശി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, ആലത്തൂർ തന്നെയുണ്ട്. ആലത്തൂർ താലൂക്കിലും 2-3 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്. ഈ കണ്ണൂർ ജില്ലയിൽ നിങ്ങൾ കാണുന്ന തരത്തിലുള്ള ഉൽപ്പാദന സമ്പ്രദായത്തിൽ നിൽക്കുന്ന സൊസൈറ്റികൾ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ബേസ് ഈ നവോത്ഥാന പ്രസ്ഥാനമാണ്. നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ പറയാൻ പറ്റുന്നതാണ് ഈ മിഷനറി പ്രവർത്തനങ്ങൾ. മിഷനറി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ഈ കോഴിക്കോട് കോമൺവെൽത്ത് കമ്പനി എന്ന് നമ്മളിന്ന് പറയപ്പെടുന്ന ആ കോമ്പൗണ്ടുമായി ബന്ധപ്പെട്ട് BMB ബാസൽ മിഷൻ അതിൻ്റെ പ്രവർത്തനമാണ് നമ്മൾ പറയുമെങ്കിലും ബാസൽ മിഷൻ കോഴിക്കോട്, ഒലവക്കോട്, മംഗലാപുരം, കണ്ണൂർ ഒക്കെ ഫാക്ടറികൾ സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ബ്രിട്ടീഷ് ജർമ്മൻ പാരമ്പര്യത്തിലുള്ള മിഷണറിമാർ ഈ കേരളത്തിൽ വന്നിട്ടുണ്ട്. അത് ഈ ഞാൻ അന്ന് ഒരു യെല്ലോ കവറുള്ളൊരു പുസ്തകം കണ്ടില്ല, ഒരു ഫ്രാൻസിസ് ഒരു പുസ്തകം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ആ പുസ്തകത്തിൽ പറയുന്ന പ്രകാരം ഇന്നത്തെ ഒലവക്കോട്, അന്ന് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒറ്റപ്പാലെന്നോ അല്ലെങ്കിൽ പാലക്കാടെന്നോ അങ്ങനത്തെ ഒരു സംഭവമാണ്. ആ സ്ഥലം യഥാർത്ഥത്തിൽ ഇന്നത്തെ ഒലവക്കോടാണ്. അപ്പോൾ ഇന്നത്തെ ഒലവക്കോട് അന്ന് 1700 തന്നെ ഒരു 200-ലധികം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഫാക്ടറി ഉണ്ടായിരുന്നു ഈ വസ്ത്ര ഉൽപ്പാദനത്തിൽ. ആ വസ്ത്രത്തിൻ്റെ അന്നത്തെ ഒരു വാരയുടെ വില പോലും ആ കുറിപ്പിൽ പറയുന്നുണ്ട്. എത്ര വിലക്കാണെന്ന് ബോംബെയിലേക്ക് കടത്തിയിരുന്നത്, ബോംബെ എന്നത് വിദേശ രാജ്യങ്ങളിലേക്ക് പോയിരുന്നു എന്നുള്ളത് 1700. അതേസമയത്ത് 1841 ഈ ബാസൽ മിഷൻ്റെ പ്രവർത്തനം നമ്മുടെ വസ്ത്ര ഉൽപ്പാദന മേഖലയിൽ ഈ കോഴിക്കോടും കണ്ണൂരും മംഗലാപുരത്തെല്ലാം വരുന്നത്. അപ്പോൾ 1700 എവിടെ കിടക്കുന്നു, 1841 കിടക്കുന്നു. അത്രയും വ്യത്യാസമില്ല, 140 വർഷത്തെ വ്യത്യാസമില്ലേ. അപ്പോൾ 1700-കളിൽ തന്നെ മിഷനറി പ്രവർത്തനം ഈ കൈത്തറി മേഖലയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അവർ കൊണ്ടുവന്ന മാറ്റം എന്താണ്? ഫാക്ടറി ടൈപ്പ് ഉൽപ്പാദനം. കൈത്തറിയെ മേഖലയെ ഫാക്ടറി ഉൽപ്പാദനത്തിൻ്റെ മേഖലയിലേക്ക് മാറ്റി എന്നുള്ളതാണ് ഈ മിഷനറി പ്രവർത്തനത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ആ നിലയിലാണ് ഈ മലബാർ പ്രദേശത്തും അതുപോലെ കൊല്ലത്ത് ഒക്കെ തന്നെ ഇപ്പം ആറ്റിങ്ങൽ ഉണ്ടായിട്ടുണ്ട്. ഫാക്ടറികളായിട്ട് 100 കണക്കിന് തൊഴിലാളികൾ ഒന്നിച്ച് പണിയെടുക്കുന്ന ഫാക്ടറി കെട്ടിടങ്ങളായിട്ട് ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ തന്നെ. 1700-കളിൽ തന്നെ എന്ന് പറഞ്ഞാൽ 16-ാം നൂറ്റാണ്ടിൽ തന്നെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്.
അതിൻ്റെ ഇപ്പോഴത്തെ ജീവിക്കുന്ന തെളിവാണ് നമ്മൾ ഈ പറയുന്ന കോമൺവെൽത്ത് കോഴിക്കോട് ആ കമ്പനി കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ ഒരു സവിശേഷത എന്താണ്, നമ്മൾ അതും ഇതിൽ പറയേണ്ടതാണ്. എന്താ, ഈ വിദേശ സഞ്ചാരികൾ, വിദേശ കച്ചവടക്കാർ, വിദേശ മിഷണറിമാർ, വിദേശ ആധിപത്യം, ഇതൊക്കെ ഇവിടെ വരുമ്പോൾ അതോടൊപ്പം വരുന്നതാണ് ഈ മതപരമായ ഒരു മാറ്റം, കൺവേർഷൻ.